ഗുഡ് മോർണിംഗ്. പവർ വിഷനിൽ നിന്ന് പ്രഭാത വന്ദനം. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കട്ടെ. ഞങ്ങൾ പവർ വിഷനിൽ എല്ലാവരും സന്തോഷമായിട്ടിരിക്കും. ഇങ്ങനെ നമ്മൾ അങ്ങ് പൊതുവിൽ പറയുമെങ്കിലും ചിലർക്കൊക്കെ രോഗങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിക്കും അല്ലേ? നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നു. പവർ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കുന്നതിന് നന്ദി. തുടർന്നും പ്രാർത്ഥിക്കണം. കൊലോസ് ലേഖനത്തിലൂടെ നമ്മളിപ്പോൾ ഒരു യാത്ര ചെയ്യുകയാണ്. സങ്കീർത്തനം 22:3 നിന്നാണ് ഈ വഴി പുറപ്പെട്ടത്. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ എന്ന വചനമാണ് നമ്മെ ഇങ്ങോട്ട് നയിച്ചത്. കൊലോസ്യർ 2:6-7 വാക്യമാണ് ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. സ്തോത്രത്തിൻ്റെ ലേഖനമാണ് കൊലോസ് ലേഖനം. 4 അധ്യായമുള്ളതിൽ 4 വിധ സ്തോത്ര പരാമർശങ്ങൾ ലഭിക്കുന്നു. ഒന്നാമത്തേത് കാര്യമറിഞ്ഞ് കാര്യഗൗരവമായി സ്തോത്രം ചെയ്യുക, അതാണ് 1:13. രണ്ടാമത്തേത് ആഴത്തിൽ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് സ്തോത്രം നിറഞ്ഞ് കവിയുന്ന അനുഭവം. കൊലോസ്യർ 2:6-7 ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്കുപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ. ഒരു ഗ്ലാസ്സിൽ വെള്ളമൊഴിക്കുന്നത് നിങ്ങളൊരു ഭാവനയിൽ കാണുക. ഒരു കുപ്പിക്കകത്തെ വെള്ളം ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നു. അത് കവിയണമെങ്കിൽ അത് നിറയണം. നിറഞ്ഞു കഴിഞ്ഞും ഒഴിച്ചുകൊണ്ടിരുന്നാൽ കവിഞ്ഞുകൊണ്ടേയിരിക്കും. ഈ കവിയൽ നിൽക്കണമെങ്കിൽ ഒഴിക്കൽ നിൽക്കണം. ഇതുപോലെ ഒരു ഹൃദയമായി നമ്മുടെ ഹൃദയം തീരണം. സ്തോത്രം നമ്മിൽ നിന്ന് കവിഞ്ഞ് ഓവർഫ്ലോ ചെയ്യണം. ഈ ഡാമുകൾ, പുഴകൾ, ഇതൊക്കെ ശ്രദ്ധിച്ചേ. അതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ട്. അതിലേക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. ഡാമിൻ്റെ ഷട്ടറിൻ്റെ അടിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് അവർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡോറിലൂടെ വലിയ അളവിൽ വെള്ളം പോകുന്നുണ്ട്. വലിയ അളവിൽ വെള്ളം പോകുന്നുണ്ട്. കാരണം വെള്ളം വന്നുകൊണ്ടേയിരിക്കുകയാണ്. വലിയ പുഴകൾ, നദികൾ തടഞ്ഞു നിർത്തിയാണ് ഈ ഡാം ഉണ്ടാക്കിയത്. അതിലേക്ക് വെള്ളം വന്നുകൊണ്ടേയിരിക്കുന്നു. മഴക്കാലം വരുമ്പോൾ അളവറ്റ നിലയിൽ വെള്ളം വരാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ ഷട്ടർ പൊക്കേണ്ടി വരും. ഷട്ടർ പൊക്കിയാൽ താഴേക്ക് താമസിക്കുന്ന ആളുകൾക്ക് ചെറിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുമെന്നുള്ളതിനാൽ മുൻകൂട്ടി ഒരു അറിയിപ്പുണ്ടാകും. ഈ അറിയിപ്പുണ്ടാകുമ്പോൾ ബുദ്ധിമാന്മാരായ മീൻപിടുത്തക്കാർ ആ പുഴയുടെ അരികിലേക്ക് ഊരുവലയുമായി വരും. ഈ പെട്ടെന്നുള്ള പൊക്കലിൽ വലിയ മീനെടുത്ത് ചാടി തലപൊട്ടി കഷ്ണങ്ങളായിട്ടൊഴുകി വരും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ കിട്ടിയ മീനിനെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ചിലരൊക്കെ തന്ന് ഫ്രീ ആയിട്ട് തന്ന് ഞങ്ങൾ കഴിച്ച ഒരു കാലമുണ്ട്. കോതമംഗലം, ഈരമ്പാറ, ചേലാട് ആ സ്ഥലത്ത് താമസിക്കുമ്പോൾ ഭൂതത്താങ്കെട്ടണക്കെട്ടിൽ നിന്നൊക്കെ മീൻ കിട്ടുന്ന കഥകൾ ഓർമ്മയിൽ വരുന്നു. ഒത്തിരി വർഷം മുമ്പുള്ള കഥയാണ്. ഞാൻ എന്താ പറയാൻ വന്നത്? കവിയുക, ഓവർഫ്ലോ. ഏതൊരു കാര്യവും ഫില്ലാകുക എന്ന് പറയുന്നത് ഒരു നോർമൽ കാര്യം. ഓവർഫ്ലോ ആകുക എന്ന് പറയുന്നത് ഒരു അസാധാരണ കാര്യമാണ്. ഇവിടെ സ്തോത്രം കവിയുന്നത് എന്തുകൊണ്ടാണ്? കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടത് നിമിത്തമാണ്.
അവൻ്റെ കൂട്ടായ്മയിൽ നടന്നത് നിമിത്തമാണ്, അവനിൽ വേരൂന്നിയത് കൊണ്ടാണ്, ആത്മീയ വർധന പ്രാപിച്ചതുകൊണ്ടാണ്, ഉപദേശ നിശ്ചയം പ്രാപിച്ചതുകൊണ്ടാണ്, വിശ്വാസത്തിൽ ഉറച്ചതുകൊണ്ടാണ് സ്തോത്രത്തിൽ കവിഞ്ഞത്. എത്ര കാര്യങ്ങളായെന്ന് ശ്രദ്ധിച്ചാട്ടെ. കർത്താവിനെ കൈക്കൊണ്ടതിനാൽ, 2 കർത്താവിൻ്റെ കൂടെ നടന്നതിനാൽ, 3 കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വേര് ഊന്നിയതിനാൽ, 3 ആത്മീയ വർധന പ്രാപിച്ചതിനാൽ. കൈക്കൊണ്ടതിനാൽ, കൂടെ നടന്നതിനാൽ, വേരൂന്നിയതിനാൽ, ആത്മീയ വർധന പ്രാപിച്ചതിനാൽ. 5 ഉപദേശത്തിൽ ഉറപ്പ് പ്രാപിച്ചതിനാൽ. 6 വിശ്വാസത്തിൽ ഉറച്ചതിനാൽ. 7 സ്തോത്രത്തിൽ കവിയുന്നു. അപ്പോ മേൽ പറയപ്പെട്ട ആത്മീയ സത്യങ്ങളാൽ മനസ്സ് നിറഞ്ഞപ്പോൾ, ഹൃദയം നിറഞ്ഞപ്പോൾ സ്തോത്രമാണ് കവിഞ്ഞ് പുറത്തേക്ക് വരുന്നത്. അകത്തെന്തുണ്ടോ അതല്ലേ പുറത്തേക്ക് വരികയുള്ളൂ. നല്ല വൃക്ഷത്തിന് നല്ല ഫലവും ആകാത്ത വൃക്ഷത്തിന് ആകാത്ത ഫലവും കായ്ക്കാൻ കഴിയും. ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലം കായ്ക്കാൻ കഴിയില്ല. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും കായ്ക്കാൻ കഴിയില്ല. ആത്മീയത അകത്ത് നിറഞ്ഞാൽ ചീത്ത പുറത്തേക്ക് വരുമോ? ആത്മീയത അകത്ത് നിറഞ്ഞാൽ പ്രാക്ക് പുറത്തേക്ക് വരുമോ? ആത്മീയത അകത്ത് നിറഞ്ഞാൽ അസഭ്യം പുറത്തേക്ക് വരുമോ? ആത്മീയത അകത്ത് നിറഞ്ഞാൽ സ്തോത്രം പുറത്തേക്ക് വരും. സ്തോത്രത്തിൽ കവിയുവാൻ ഞാൻ ദൈവമക്കളെ ഉത്സാഹിപ്പിക്കുന്നു. പവർ വിഷന്റെ ഒരു കൾച്ചർ അതിലൂടെ പുറത്തു വരട്ടെ. സ്തോത്രം കവിഞ്ഞ 1000 ദൈവമക്കൾ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. സ്തോത്രത്തിൽ കവിയുക. പ്രിയരെ, നിങ്ങളെപ്പറ്റി നിങ്ങളുടെ മക്കൾ പറയുമോ, എൻ്റെ അമ്മ സ്തോത്രത്തിൽ കവിഞ്ഞവളാണ്? അങ്ങനെ പറയാൻ ഇടവരട്ടെ. ഗോഡ് ബ്ലെസ് യു.